നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. നവംബറിൽ നടന്ന പോലീസ് ഏറ്റുമുട്ടലിൽ വനിതാ കേഡർ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന മാവോയിസ്റ്റ് പോസ്റ്റുകൾ വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. പോസ്റ്റുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത് CPI, അതായത് മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി വക്താവ് എഴുതിയതാണെന്ന് അവകാശപ്പെടുന്നതുമായി കുറിപ്പിൽ വനിതാ കേഡർ ലക്ഷ്മി എന്ന കവിത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് നടപടിക്കെതിരെ സംഘടന തിരിച്ചടിക്കുമെന്നും പറയുന്നു. ഡിസംബർ 28-ന് കേരളത്തിലെ വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപമുള്ള ഗുണ്ടിക്കപ്പറമ്പ് ആദിവാസി ഗ്രാമത്തിൽ മാവോയിസ്റ്റുകൾ പതിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോസ്റ്ററുകളിൽ ഒന്നാണിത്. നിരോധിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അതായത് മാവോയിസ്റ്റ് സംഘം ഡിസംബർ 28 രാത്രി കേരളത്തിലെ വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപമുള്ള ഗുണ്ടിക്കപ്പറമ്പ് ആദിവാസി സെറ്റിൽമെന്റിൽ ഒരു വനിതാ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അവകാശം കാണിച്ച് പോസ്റ്ററുകൾ പതിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. 2023 നവംബർ 13-ന് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിലാണ് സംഭവം. പോസ്റ്റുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടതും CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി വക്താവ് ജോബി എഴുതിയതാണെന്ന് അവകാശപ്പെടുന്നതുമായ കുറിപ്പിൽ വനിതാ കേഡർ ലക്ഷ്മി എന്ന കവിത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നും സംഘടന തിരിച്ചടിക്കുമെന്നും പറഞ്ഞു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രസ്താവന ഇറക്കിയത്. പശ്ചിമഘട്ടം കൊള്ളയടിക്കുവാൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മോദി സർക്കാരും പിണറായി സർക്കാരും ചേർന്ന് തയ്യാറാക്കിയ ഗൂഢാലോചനയാണ് കൊലപാതകമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഒരുപ്പക്കുറ്റിയിൽ പീപ്പിൾസ് ലിബറേഷൻ ഗൊറില്ല ആർമിയുടെ ക്യാമ്പിനെതിരെ എലൈറ്റ് കമാൻഡോ ഫോഴ്സ് കേരള തണ്ടർബോൾട്ട് നടത്തിയ ഏറ്റുമുട്ടലിൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഏറ്റുമുട്ടലിൽ കവിതയ്ക്ക് വെടിയേറ്റുമെന്നും കുറിപ്പിൽ പറയുന്നു. കവിതയെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് പരിക്കുകളോടെ അവൾ മരണത്തിന് കീഴടങ്ങി. അവളുടെ മൃതദേഹം പശ്ചിമഘട്ടത്തിൽ ഒരു പോരാളിക്ക് യോജിച്ച രീതിയിൽ സംസ്കരിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോയിസ്റ്റ് ശക്തികളെ തുടച്ചു നീക്കുവാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഓപ്പറേഷൻ സമാധാനത്തിന്റെ ഭാഗമായി ഒരു മാസത്തിനിടെ 4 തവണ പ്രദേശത്ത് പിണറായി വിജയൻ സർക്കാർ പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്തതായി കുറിപ്പിൽ പറയുന്നു. കണ്ണൂരിലെ കേളകം, അയ്യൻകുന്ന്, ആറളം, വയനാട് ജില്ലയിലെ തിരുനെല്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിനാലാണ് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും മാവോയിസ്റ്റുകൾ ഇത്തവണ പിണറായി വിജയന്റെ പാർട്ടി മണ്ഡലമാണ് നോട്ടമിട്ടിരിക്കുന്നതെന്നും കൂടാതെ പോലീസിന്റെ ശ്രദ്ധ തിരിച്ചു ഭയങ്കരമായ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സമാധാൻ പറയുന്നുണ്ടെങ്കിലും നോട്ടം പിണറായി സഖാവിനെ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് ബോംബ് ഭീഷണി. എറണാകുളം ADMന്റെ ഓഫീസിലെത്തിയ കത്തിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പരാമർശമുള്ളത്. കത്ത് ലഭിച്ചതിനെ തുടർന്ന് തൃക്കാക്കര പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. കുഴിബോംബ് വെച്ച് മുഖ്യമന്ത്രിയെ കൊല്ലുമെന്നാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ഭരണത്തെ നശിപ്പിച്ചുവെന്നും പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് കത്തയക്കുന്നതെന്നും കത്തിൽ പരാമർശിക്കുന്നു. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സിന്റെ യോഗം തൃക്കാക്കരയിൽ നടക്കാനിരിക്കെയാണ് ഭീഷണി കത്ത്. അതേസമയം എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് 2024 ജനുവരി 1, 2 തീയതികളിൽ നടക്കും. നേരത്തെ ഡിസംബർ 9-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 1-ന് വൈകിട്ട് 3-ന് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത്. തുടർന്ന് വൈകിട്ട് 5-ന് പിറവം KSRTC ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ പിറവം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കും. ജനുവരി 2-ന് വൈകുന്നേരം 3 മണിക്ക് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്രം മൈതാനിയിലും വൈകിട്ട് 5-ന് കോലാഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും. സദസ്സ് തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് ജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകാൻ എല്ലാ മണ്ഡലങ്ങളിലും സൗകര്യമുണ്ടായിരിക്കും. സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നന്ദി, നമസ്കാരം.